ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് പ്രേക്ഷകരെ, ഇന്നേ ദിവസം മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം സെൻറ്റ് തോമസ് മലങ്കര ചർച്ച് ഇടവകാംഗമായ എഡിസൺ ജി വർഗീസ് എന്ന സഹോദരനെയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുവാനായി അദ്ദേഹം താമസിക്കുന്ന വെണ്ണന എന്ന സ്ഥലത്തുള്ള ആനന്ദസദനം എന്ന ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് എഡിസൺ ജി വർഗീസ് എന്നാണ്. ഞാൻ ജനിച്ചത് മധ്യ തിരുവിതാംകൂറിലെ അടൂരിനടുത്ത് കുളക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു. വർഗീസ് പിന്നെ അതുപോലെ മറിയാമ്മ, അതാണ് അവരുടെ പേര്. അവർ ഗവൺമെൻറ് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസുമായിട്ട് റിട്ടയർ ചെയ്ത്. മൂത്ത സഹോദരൻ ജോൺ വർഗീസ്, മോൻസിനെ ഞങ്ങൾ വിളിക്കുന്നത്, ഭാര്യ സെലിൻ, അവർ തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ്. ഇപ്പോൾ നമ്മുടെ ദാനിയൽച്ചൻ ധ്യാനകേന്ദ്രമായിട്ട് അവർ വർക്ക് ചെയ്ത് പോവുകയാണ്. രണ്ടാമത്തെ ബോബൻ വർഗീസ്, അദ്ദേഹം നാട്ടിലാണ്. ഇപ്പോൾ വെളിയിലൊക്കെ ആയിരുന്നു, അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽഡാണ്. മൂന്നാമത്തെ സഹോദരിയാണ് മോളി, അവൾ പിന്നെ എൻ്റെ ചേച്ചിയാണ്, പിന്നെ അവൾ നാട്ടിൽ സെറ്റിൽഡാണ്. പിന്നെ നാലാമത്തെ ഞാൻ ഇവിടെയാണ്, എറണാകുളത്താണ്. ഇനിയും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഒരു സഹോദരിയാണ്, അവളുടെ പേര് റെജീന്ന് ഞങ്ങൾ വിളിക്കും, ത്രേസ്യാമ്മ എന്നുള്ള. അവൾ പിന്നെ കല്യാണം അയച്ചിരിക്കുന്ന കുണ്ട്ര എന്ന സ്ഥലത്താണ്. പിന്നെയുള്ള സഹോദരിയാണ്, അവൾ പിന്നെ ജൂലി മോൾ എന്ന് പറയും. അവൾ ഇപ്പോൾ അമേരിക്കയിലാണ്, വാഷിങ്ടൺ DC വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡും കുടുംബവും എല്ലാം അവിടെ തന്നെയാണ്. ഇളയ സഹോദരൻ തറവാട്ടിലുണ്ട് നാട്ടിൽ, അവന് ബൈജു, ഭാര്യ ശുഭ, അവർ ഒരു മകള് അവരവിടെ ഉണ്ട്. അങ്ങനെയാണ് അവരുടെ കുടുംബത്തെ പറ്റി പോകുന്നത്. റെജിയുടെ ഭർത്താവിൻ്റെ പരിപാടി പറയാം. റെജിയുടെ ഭർത്താവ് മാത്യു തറയാനാണ്. ഞങ്ങൾക്കുണ്ട ഒരു നഷ്ടമാണത്. അതായത് കൊറോണ ടൈമിൽ ആൾ പോയി. ഞാനിവിടെ എറണാകുളത്താണ്. എറണാകുളത്ത് ഞാൻ 1989 വരുന്നത്. 89 വിവാഹത്തിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. വിവാഹത്തിന് ശേഷം ഞാനിവിടെ വന്ന് എടക്കൊച്ചി എന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്തു. അവിടെ നിന്ന് ഇപ്പോൾ ഇതൊക്കെ പള്ളുരുത്തി വെളിയിലേക്ക് മാറുന്നു. അവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് സ്വന്തമായ ഒരു ഭവനമുണ്ട്. 2 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. മൂത്ത മകൾ ഡയന ക്രിസ്റ്റി എഡിസൺ, അവളെ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വിവാഹിതയാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് ഷോൺ തോമസ്, അവൻ എൻജിനീയറാണ്. നെതർലൻഡ്സിൽ അവർ സെറ്റിൽഡാണ്. അവൾക്ക് ഒരു കുഞ്ഞു മകളുണ്ട്, അബിഗൽ മറിയം തോമസ്. രണ്ടാമത്തെ മകൾ ഡോക്ടർ ഡിൽന ക്രിസ്റ്റി എഡിസൺ, അവൾ വിവാഹിതയാണ്. അവളെ വിവാഹം ചെയ്തിരിക്കുന്നത് ടോണി ഇമാനുവൽ ജോസഫ് എന്ന് പറയുന്ന മകനെയാണ്. അവൻ ഡോക്ടറാണ്. അവൻ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിൽ വർക്ക് ചെയ്യുന്നു. അവൾ ഭാരതി വിദ്യാപീഠ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും അവിടെ സെറ്റിൽഡാണ്. ഞാൻ നെതർലൻഡ്സ് പലതവണ പോയിട്ടുള്ള ആളാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ എന്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ആൾത്താര ശുശ്രൂഷയിൽ എൻ്റെ മൂത്ത മരുവൻ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന അതേ ശുശ്രൂഷ അവനോട് ചെയ്യുന്നു. അവന് ഭയങ്കര സന്തോഷമാണ്. അവനത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തവനായിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളിലും അവനും പിന്നെ പള്ളിയിലെ കാര്യങ്ങൾക്ക് ഒട്ടും പുറകിലല്ല പൂനെയിൽ. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. സമയക്കുറവിൻ്റെ പരിമിതി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെതർലൻഡ്സിലെ ഇവൻ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നതും എൻ്റെ മൂത്ത സണ്ണിലാണ്. ട്രെയിനിങ് കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവിടെ. ഞാൻ 12 കൊല്ലം 3 മീഡിയയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ദീപികയുടെ റീജിയണൽ മാനേജറായിട്ട് 12 കൊല്ലം ജോലി ചെയ്തു. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ 6 കൊല്ലം ജോലി ചെയ്തു. കേരള മോദി ന്യൂസ് പേപ്പറിൽ 3 കൊല്ലം ജോലി ചെയ്തു. 2006 അതെല്ലാം നിർത്തി. തമ്പുരാൻ്റെ പ്രവൃത്തി തമ്പുരാന് വേണ്ടി കുറച്ച് കൂടുതൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ജോലി രാജിവെക്കുന്നത്. എങ്കിലും ഒരു ഉപജീവനത്തിനുള്ള ഒരു മാർഗ്ഗമെന്ന നിലയ്ക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു INS അക്രഡിറ്റഡ് അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്. JM കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് എൻ്റെ പേര്. അത് വൈറ്റിലാണ് എൻ്റെ ഓഫീസ്. അതിനോടനുബന്ധിച്ച് തമ്പുരാൻ്റെ ഒരുപാട് കാര്യങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും അവിടെയൊക്കെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഭാര്യ ക്രിസ്റ്റീന എഡിസൺ 2000 വരെ ജോലിയുണ്ടായിരുന്നു. ഫോസ്ഫറസ് ആൻഡ് കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫോസ്ഫറസ് മാനുഫാക്ചറിങ് കമ്പനി എഴുപുന്നേലുണ്ട്.
അവിടെ കെമിസ്ട്രി ആയിട്ട് ജോലി ചെയ്യായിരുന്നു. കെമിസ്ട്രി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ 2000 ജോലി രാജിവെച്ചു. 2000 ജോലി രാജിവെക്കുവാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, തമ്പുരാന് വേണ്ടി ജോലി ചെയ്യണമെന്നുള്ളൊരാഗ്രഹം വന്നു. 2000 വൈഫാണ് ആദ്യം യഥാർത്ഥത്തിൽ ഇതിൽ സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നത്. അതിന് മുമ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ 89 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് വന്ന ആ നിമിഷം മുതൽ മുടങ്ങാത്തൊരു കാര്യമുണ്ട്. അന്ന് മുതൽ ഞങ്ങൾ അനുദിന ബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം, കൃപ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നു. വിവാഹത്തിന് ശേഷം എല്ലാ വർഷവും ഞങ്ങൾ വാർഷിക ധ്യാനം ഉണ്ടായിരുന്നു. വാർഷിക ധ്യാനം കുഞ്ഞുങ്ങൾ, ആദ്യത്തെ മോൾ എനിക്ക് ജനിക്കുന്നത് 1990 1990 ഈ മകൾ ആദ്യത്തെ ഡയാന ക്രിസ്റ്റി എഡിസൺ ജനിക്കുന്ന സമയത്ത് ഇവിടെ വളരെ കൈക്കുഞ്ഞായിരിക്കുന്ന കാലം മുതൽ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ രാവിലെ കൊണ്ടുപോയി ഈ ഒരു പറയാം ടർക്കി വിരിച്ച് പള്ളിയിൽ കൊണ്ടു കിടത്തി ഞങ്ങൾ പോകുമായിരുന്നു. അത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 1990 മൂത്ത മകൾ ജനിക്കുന്നു, 1994 രണ്ടാമത്തെ മകൾ ജനിക്കുന്നു. രണ്ടു പേർക്കും നമ്മൾ കൊടുത്തത് ദൈവത്തെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രയോജനമാണ് നമ്മളിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായത് മുഴുവനും ബലിയിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. സുവിശേഷ പ്രചാരണത്തിനെന്ന നിലയിൽ ഇപ്പോൾ രണ്ടുപേരും ഏതാണ്ട് ഫുൾ ടൈമേഴ്സ് ആണല്ലോ. അതെ. ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടുള്ളത് റേഡിയോ മരിയ ഇന്ത്യയുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട്. അത് കൊച്ചി രൂപതയാണത് ചെയ്യുന്നത്. അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്. അവിടെ റേഡിയോ മരിയയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11 മണി തുടങ്ങി ഉള്ള 1 മണിക്കൂർ ശുശ്രൂഷ പോകുന്നത് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടിയാണ് പോകുന്നത്. അതുകൂടാതെ CEC ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. വചന പ്രഘോഷണത്തിനും ഉണ്ട്, അതിന് കൂടെ കൗൺസിലിംഗ് ശുശ്രൂഷയിലും ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ വരുന്ന സമയങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ധ്യാനങ്ങളിൽ എല്ലാം തന്നെ, പ്രത്യേകിച്ച് കൊച്ചി രൂപതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് ഇരിക്കുന്നത്. സുവിശേഷ വേലയിലേക്ക് വരാനായിട്ട് പ്രചോദനമായ ഏതെങ്കിലും സംഭവങ്ങളുണ്ട്? പ്രചോദനം എന്ന് പറയുന്നത്, ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല, 2000 വൈഫ് ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇതിനോട് എതിർപ്പൊന്നുമില്ല, എനിക്ക് താല്പര്യമാണ്. പക്ഷേ എനിക്ക് ജോലിയുടെ സംബന്ധിച്ച് എനിക്ക് ഫുൾ ടൈം അവിടെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഇതിനകത്ത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. ഈ നെയ്ബർ എന്ന് പറയുന്നത് ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഒറ്റ നെയ്ബർ എനിക്ക് ആ പള്ളിവിദ്യാ പ്രദേശത്ത് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി 2 സെൻറ്റ് റോഡാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് അവിടെ MSc ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞ കുട്ടിയാണ്. ഈ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഇപ്പോൾ ഇവൾക്ക് അത് പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ലിംഫാറ്റിക് ലുക്കീമിയ എന്ന ഐഡൻറ്റിഫൈ ചെയ്തു. അമൃത ഹോസ്പിറ്റലിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഇവർ ആകെപ്പാടെ ഭയങ്കര പാനിക്കായി. ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഭാഗത്തെ ഒരു മോളേ ഉള്ളൂ. ഈ കുട്ടിയെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ അവർക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നൈക്ക് കൊണ്ടുപോകണമെന്ന് ഉള്ള ഇത് വരുന്നു. പുള്ളിക്കാരത്തി അമ്മ കരഞ്ഞു വിളിച്ച് വന്ന് പറയുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഇത് വന്ന് പറയുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് കൊച്ചിനെ കൊണ്ടുപോകും, കൊച്ചിനൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, രക്ഷപ്പെട്ട് തിരിച്ചു വന്ന ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ തയ്യാറാണ്. അതൊരു സറണ്ടറിങ് ആയിരുന്നു. അന്ന് വളരെ കുറച്ച് ദിവസത്തെ ആയുസ് എന്നും പറഞ്ഞു പോയ ഈ കുഞ്ഞ് വിഭാഗിതാണ്. ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ഇന്ന് നല്ല ആരോഗ്യത്തോടുകൂടി കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയൊരു വിറ്റ്നസിങ് ആയിരുന്നത്. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ റേഡിയോ മരിയ എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? റേഡിയോ മരിയ യഥാർത്ഥത്തിൽ 25 കൊല്ലത്തിന് മുമ്പ് ഇറ്റലി എന്ന് പറയുന്ന എർബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആയിട്ടാണ് തുടങ്ങിയത്. 25 കൊല്ലത്തിന് മുമ്പ്. ഇന്ന് ഒന്ന് തിരിഞ്ഞു, ആ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ പ്രസ്ഥാനം പിന്നീട് അത് വളരെ വിപുലമായി. ഇന്ന് ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള 2ാമത്തെ റേഡിയോ ആണ് റേഡിയോ മരിയ. അതൊരു ഡിവോഷണൽ റേഡിയോ തന്നെയാണ്. 24/7 റേഡിയോയിലൂടെയാണ് അതിൻ്റെ പ്രഭാഷണം പോകുന്നത്. കാത്തലിക് റേഡിയോ തന്നെയാണ് അത്. വത്തിക്കാൻ അംഗീകരിച്ചേക്കുന്ന റേഡിയോ തന്നെയാണ്. മാർപ്പാപ്പയൊക്കെ അംഗീകരിച്ചേക്കുന്ന റേഡിയോ തന്നെയാണ്. ഇന്ന് 104 രാജ്യങ്ങളിൽ ഈ റേഡിയോ മരിയ ഉണ്ട്. ഇന്ത്യയിൽ ഇത് ആരംഭിച്ചിട്ട് 10 കൊല്ലമായി.
ഇത് 10 കൊല്ലമായി ആരംഭിച്ചെങ്കിലും ഇത് കൊച്ചി രൂപതയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായത്. റേഡിയോ മരിയ ഇന്ത്യ എന്നാണ് പറയുന്നത്. കൊച്ചി രൂപത ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 കൊല്ലമായെങ്കിലും ഇവിടെ നമുക്ക് ലൈസൻസിങ് ഒന്നും അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് റേഡിയോ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയുള്ള ഇൻ്റർനെറ്റ് റേഡിയോ ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് റേഡിയോ മരിയെ പറ്റി പറയുമ്പോൾ. ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഞാൻ പറയും, ഇപ്പോൾ ഇവിടെ നിന്നുണ്ടെങ്കിലും ഇത് മലയാളത്തിൽ മാത്രം ഇപ്പോൾ ഇവിടെ നിന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കുന്നുണ്ട്. ഡൽഹിയിലെ ബിഷപ്പുമായിട്ട് സംസാരിച്ചു. ഡൽഹി ബിഷപ്പ് അംഗീകാരം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ ഉള്ള ഇതിനെ തുടങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ബിഷപ്പ് റെഡിയായിട്ടുണ്ട് തമിഴിലുള്ള തുടങ്ങാനായിട്ട്. പിന്നെ ബാംഗ്ലൂർ കന്നഡയിൽ നിന്ന് തുടങ്ങാനുള്ള ഇത് വന്നിട്ടുണ്ട്. ആന്ധ്രയിൽ ഇപ്പോൾ ഉടനെ തുടങ്ങാം. ആന്ധ്രയിൽ ഓൾറെഡി എൻ്റെ പണിയെല്ലാം തീർന്നിരിക്കും. ആന്ധ്രയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇനിയും അടുത്ത ഒരു വിസിറ്റോടുകൂടി മിക്കവാറും ഇറ്റലിയിൽ നിന്ന് ഒരാൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഗോവയിൽ നിന്നും ഉള്ള പ്രവർത്തനം തുടങ്ങാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പൊസിഷൻ അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലെ പല ആക്ടിവിറ്റീസുള്ള മനുഷ്യന്മാർ പാരീഷിൽ വലുതായിട്ട് കാണാറില്ല. എന്നാൽ എഡിസനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് അദ്ദേഹം പാരീഷിൽ വളരെ ആക്റ്റീവാണെന്നാണ്. നമ്മുടെ പാരീഷ് പ്രവർത്തനങ്ങളെന്ന് പറയാമോ? സെൻറ്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി, MG റോഡ്, എറണാകുളം. അതാണ് എൻ്റെ ഇടവക. ഞായറാഴ്ച ദിവസത്തെ കുർബാന ഒരു കാരണവശാലും ശരി ഞങ്ങളവിടെ മുടക്കാറില്ല. അവിടെ തന്നെ പോകണമെന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കൊണ്ട് അവിടെ പോയിരിക്കുകയും ചെയ്യും. അത്യാവശ്യമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വിട്ടു നിൽക്കാറുള്ളൂ. ഇനിയും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൊറോണ വന്നു. കൊറോണ വന്ന സമയത്ത് എല്ലാ പള്ളികളും അടച്ചു. ഒരു പള്ളിയിലും ബലിയില്ല. എന്നാൽ ഞങ്ങളുടെ പള്ളിയിൽ ബലി മുടങ്ങിയിട്ടില്ലായിരുന്നു. 5 പേരെ വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കപ്പെടുന്ന ആ നിമിഷങ്ങളിൽ ഈ 5 പേരിൽ 2 പേര് ഞാനും എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. അന്ന് അതിൽ പങ്കെടുക്കാൻ വേണ്ടി അച്ഛൻ ഞങ്ങൾക്കൊരു ലെറ്റർ തന്നിരുന്നു. ആ ലെറ്റർ തന്നിരിക്കുന്നത് വേറൊന്നുമല്ല, അൾത്താര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള 2 പേരിൽ ഒന്ന് ഞങ്ങൾ 2 പേരുമായിരുന്നു. അന്നും ബലി മുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അനുദിന ബലി ആണ് എൻ്റെ ബലം. അത് ബലി മുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു കുറവ് പോലാണ്. പിന്നെ അന്ന് മുതൽ, അതിന് മുമ്പ് ഞാൻ അൾത്താര ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജനനം ഒക്കെ മധ്യ തിരുവിതാംകൂറാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഇടവക പാരീഷ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ആയിരുന്നു. ഒരുപക്ഷെ പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യകാലങ്ങളിൽ ഇത് രൂപപ്പെടുത്തി വന്നപ്പോൾ അന്ന് പള്ളികളൊന്നും ഇല്ല, സ്ഥലങ്ങളില്ല. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ഫാദർ അന്ന് 5 സെൻറ്റ് സ്ഥലവും ഒരു ചാപ്പലും കൊടുത്ത് ഫോം ചെയ്ത ഇടവകയാണ് കുളക്കട പാരീഷ്. അപ്പോൾ അത് ഞങ്ങളുടെ മുറ്റത്തായതുകൊണ്ട് അന്ന് ഈ മുറ്റത്തെ പള്ളിയിൽ, ഈ ചാപ്പലിൽ ഞങ്ങൾക്ക് 2 സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഈ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും. തിരികെ വന്നു കഴിഞ്ഞാൽ അതേ സന്ധ്യാപ്രാർത്ഥന തന്നെ ഭവനത്തിൽ ഞങ്ങളെല്ലാവരുടെ അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് മുതൽ അവിടുന്ന് കിട്ടിയ ഒരു ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നൊരു ബലമുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൾത്താരയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇടവകയിൽ പിന്നെ സൺഡേ സ്കൂളിൽ ഞങ്ങൾ 2 പേരും പഠിപ്പിക്കുന്നവരാണ്. 25 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് സൺഡേ സ്കൂൾ അധ്യാപനം തുടങ്ങിയിട്ട്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇടവകയുടെ ഒരു പ്രവർത്തനത്തിനും ഞങ്ങൾ പുറകോട്ട് നിൽക്കുന്നില്ല. ഇടവക ഞങ്ങളുടെ ഒരു കൂടെ കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. നമ്മൾ ധ്യാന മന്ദിരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് ആനയിച്ച സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് പള്ളുരുത്തിയിലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അനുദിന ബലിക്ക് വരുന്ന അച്ഛന്മാർ അവിടെ നിന്നുള്ള ഓസിരി അച്ഛന്മാരാണ്. അവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളൊക്കെ എന്നെ ഒരുപാട് ഈ ധ്യാനകേന്ദ്രമായിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങിയ ബന്ധം, CECയിൽ തുടങ്ങിയ ബന്ധം മഞ്ഞുമ്മൽ CRCയിലേക്ക് വരുന്നു. അവിടെയും ഇതുപോലെ വചനപ്രഘോഷണത്തിലും കൗൺസിലിങ്ങിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാവുന്നുണ്ട്. ആദ്യം ഒറ്റയ്ക്ക് അവൾ തുടങ്ങിയ ആ ബന്ധം ഞങ്ങൾ പിന്നെ ഒരുമിച്ചായി. കുടുംബം ഒരുമിച്ച് പിന്നെ ശുശ്രൂഷയിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ ഞങ്ങൾക്ക് പിടികിട്ടിയത്. കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും പറയുന്നവരുണ്ട്, ശുശ്രൂഷ നിങ്ങൾ ഒരുമിച്ച് പോകണം, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മതി, ഒരുമിച്ചല്ലാതെ ഇപ്പോൾ ഒരു ശുശ്രൂഷ ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഇത്. എവിടെ പോയാൽ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ രൂപതയിൽ തന്നെ എഡിസൺ ഉണ്ടോ കൂടെ ക്രിസ്റ്റീന ഉണ്ടെന്ന് പറയും. ക്രിസ്റ്റീന ഉണ്ടോ അവിടെ എഡിസൺ ഉണ്ടെന്ന് പറയും. അപ്പോൾ അതങ്ങനെ ഒരു ഇത് സഭയിൽ മൊത്തം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ടാഗാണ്. അത് വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ശുശ്രൂഷിക്കുന്ന കാണാനില്ല. അങ്ങനെ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. ഇവിടെ ഈ ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്ക വിധം ക്രിസ്റ്റീന എന്ന സഹോദരിയെ എങ്ങനെയാണ് കർത്താവ് ഉയർത്തിയതെന്ന് പറയാമോ? 4 തലമുറ വരെയുള്ള പേരൻസിനെ ഞാൻ കണ്ടാ വളർന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനാ ജീവിതവും
അവരുടെ ഒരു വലിയ പ്രാർത്ഥനയെപ്പറ്റി അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും എല്ലാം കുഞ്ഞുനാളിലേ തുടങ്ങി ഇങ്ങനെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ പഠിച്ചത് മുത്തോലൂർ സെൻറ്റ് പോൾസ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ആരാധന മഠത്തിലെ സിസ്റ്റർമാരായിരുന്നു. അപ്പോൾ അവരുടെ നമ്മുടെ ഈ സ്കൂളിലെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അവർ നമുക്ക് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും അവിടെ പരിശുദ്ധ കുർബാനയും കുമ്പസാരവും തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും അവരെല്ലാ മാസവും ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വലിയൊരു അനുഭവം, ഓർമ്മയിൽ നിന്ന് മായാത്തൊരു വലിയ അനുഭവം. അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതുകൊണ്ട് അത് ഹൃദയത്തിൽ അതിങ്ങനെ വലിയ ആഴത്തിലുണ്ട്. എവിടെയായിരുന്നാലും ഈശോയോടുള്ള ഒരു വലിയൊരു ബന്ധം അത് ജീവിതത്തിലൊരു വലിയ അനുഭവവും അനുഗ്രഹവുമാണ്. അതല്ലാതെ എനിക്ക് വേറെ ഒരു കാര്യത്തിലൊരു സന്തോഷവും ശ്രദ്ധയും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 89-ലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകൻ അഭിവന്യ ഭാഗ്യസ്മരണാർഹനായ മാർ ഇവാനിയോസ് പിതാവാണ്. മാർ ഇവാനിയോസ് പിതാവിന് ശേഷം ഉണ്ടായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ബെനഡിക്റ്റ് മാർ ഗ്രിഗോരിയോസ് പിതാവായിരുന്നു ഞങ്ങളുടെ വിവാഹം നടത്തിയത്. അപ്പം എനിക്ക് മലങ്കര കുർബാന ആദ്യമായിട്ട് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അപ്പം ഞങ്ങളുടെ വിവാഹം എല്ലാം കഴിഞ്ഞിട്ട് അന്ന് ബെനഡിക്റ്റ് മാർ ഗ്രിഗോരിയോസ് പിതാവ് ഞങ്ങളിങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്: മക്കളെ, നിങ്ങൾ വിവാഹ ജീവിതം തുടങ്ങുകയാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉടനീളം കരം കോർത്ത് പ്രാർത്ഥിക്കണമെന്ന് പിതാവ് അന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ പിതാവാണ് അവിടെ ഇരിക്കുന്ന ആ ഫോട്ടോ. അന്ന് തുടങ്ങി ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ, ഇന്ന് പ്രഭാതത്തിലും ഞാൻ ബെനഡിക്റ്റ് മാർ ഗ്രിഗോരിയോസ് പിതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഈശോയുടെ കൂടെ നടന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു ജീവിത പങ്കാളി ആയിരിക്കണം എനിക്ക് തരണേന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് എല്ലാ കാര്യത്തിലും ഈ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ഒരു നോ പറഞ്ഞിട്ടില്ല. എൻ്റെ എവിടെ പോകണമെന്ന് പറഞ്ഞാലും എൻ്റെ ഇങ്ങനെ ചെയ്യണമെന്ന് അതിനൊത്തിരി സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹമുണ്ട്. ഈ ധ്യാനമന്ദിരങ്ങളിലുള്ള ശുശ്രൂഷ, പ്രത്യേകിച്ച് മഞ്ഞുമ്മൽ ആരംഭിച്ചെന്നൊക്കെ പറയുന്നില്ലേ CEC-ലൊക്കെ, അതെങ്ങനെയാണ് അതിലേക്ക് കടന്നു വന്നത്? ധ്യാനകേന്ദ്രങ്ങളിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എടുത്തു പറയത്തക്കത് ചിറ്റൂർ ധ്യാനകേന്ദ്ര. എൻ്റെ ജീവിതത്തിൽ ചിറ്റൂർ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു ദൈവാനുഭവം കിട്ടിയൊരു ധ്യാനകേന്ദ്ര. ബഹുമാനപ്പെട്ട ഉപ്പാണി അച്ഛനിലൂടെ ഞാനൊരു ദിവസം ഭവനത്തിലിരുന്നപ്പോൾ എനിക്ക് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞു, അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ചാച്ചനെ അച്ഛൻ അറിയാമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ക്രിസ്റ്റീനയ്ക്ക് ക്രിസ്റ്റീനയിലൂടെ ദൈവം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയൊരു കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ധ്യാനകേന്ദ്രവുമായിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് വരണം, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഈ ഓഗസ്റ്റ് ആദ്യ ചൊവ്വാഴ്ച വരെ ഞാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പോണത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ 11 മണി തുടങ്ങി വൈകുന്നേരം 3 മണി വരെ ഞാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ നിത്യാരാധനയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിനൊരു മുടക്കം വരാതെ കൊണ്ടുപോകണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഇതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം ആ ചൊവ്വാഴ്ച വിട്ടുപോയിട്ടുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ. അപ്പം അങ്ങനെ ആ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലൂടെ കിട്ടിയ ഒരു വലിയ ദൈവാനുഭവം അത് പറഞ്ഞാൽ തീരെയില്ല. അത്രമാത്രം ഭയങ്കര അനുഭവങ്ങളാണ് കിട്ടിയേക്കണത്. പിന്നെ അതിന് CEC ധ്യാനകേന്ദ്രത്തിലായിരുന്നു ആദ്യമായിട്ട് പിന്നെ അടുത്ത ശുശ്രൂഷയ്ക്ക് പോയത്. കൗൺസിലിങ്ങും വചനപ്രഘോഷണവും പിന്നെ തമ്പുരാൻ്റെ വചനത്തിലേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വചനം പങ്കുവയ്ക്കണത്. അപ്പം അതിന് നമുക്ക് സാധ്യതകളൊക്കെ കുറവല്ലേ. ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ജാൻസി എന്ന് പറഞ്ഞൊരു മോള്. അപ്പം അങ്ങനെ ഈ ജാൻസി വചനം പറയണ കേൾക്കുമ്പം എനിക്ക് ഭയങ്കരമായൊരു ആഗ്രഹം വചനം പങ്കുവയ്ക്കണം. അപ്പം ഞാൻ ഈശോയുടെ ഇങ്ങനെ ആവശ്യപ്പെടും, ജാൻസി പറയണ പോലെ എനിക്കൊന്ന് വചനം പങ്കുവയ്ക്കണം ഈശോയെ, എനിക്കതിനുള്ള ഒരു കൃപയൊന്നുമില്ല ഈശോ, എനിക്കത് തരണം, എനിക്ക് ഭയങ്കര ആഗ്രഹമെന്ന് പറയായിരുന്നു. അപ്പം അതിനെ ഈശോയെ ഇടുത്തിപ്പിടിപ്പിക്കൽ അതുപോലെ പറയായിരുന്നു വചനം പങ്കുവയ്ക്കാനുള്ള ആഗ്രഹം. അങ്ങനെ അപ്പം സഹനങ്ങളിലൂടെ ദൈവം കടത്തി വിടുമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. 2003 ജൂൺ 6-ാം തീയതി പകൽ 11 മണിക്ക് അച്ചാച്ചന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കാർ ആക്സിഡൻറ്റ്. നമ്മുടെ കാറ് ഒരു പ്രൈവറ്റ് ബസ്സുമായിട്ട് ഇടിച്ച്. അപ്പോൾ അന്ന് അച്ചാച്ചൻ ദീപികയുടെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അന്ന് ഒരു ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു, ഞാനിപ്പോഴും മറന്നിട്ടില്ല, ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ എനിക്ക് പനി കാരണം പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ ശുശ്രൂഷയ്ക്ക് പോകണതാണ്. അപ്പോൾ അന്ന് എനിക്കൊരു 11:20 എനിക്കൊരു ഫോൺ വന്നു, ചേച്ചി ഒരാൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, ആ മകനൊരു ആക്സിഡൻറ്റ് പറ്റിയതെന്ന് പറഞ്ഞു. ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല, വിളിച്ച് പറഞ്ഞയാൾ.
അപ്പം ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. സാധാരണ ഞാൻ ചോദിക്കാറുണ്ട് ആളുടെ പേര് നമുക്ക് പേര് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും വിളിച്ചറിഞ്ഞ ആളെ, ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ആളാണ്, ചാക്കോ ടി വർഗീസ് എന്ന പേര്. അപ്പം ഞാൻ ചോദിച്ചു ഈ ആളുടെ പേരെന്ന് പറയാം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പോൾ പേരും നാളൊന്നും ചോദിക്കൊന്നും വേണ്ട, ചേച്ചി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പ്രയർ റൂമിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചത് ജപമാലയുടെ 4ാമത്തെ രഹസ്യത്തിൽ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു അത് വേറെ ആരുമില്ല, അത് എഡിസനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ദീപികയിലേക്ക് 2-3 പ്രാവശ്യം വിളിച്ചു, അവരാരും ഫോൺ എടുത്തിട്ട് ഞാനിവിടെ സംസാരിക്കാൻ ഞാൻ എഡിസൻ്റെ വൈഫാന്ന് അവർ മിണ്ടുന്നില്ല. വീണ്ടും ഞാൻ 3 പ്രാവശ്യം വിളിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നോടെ വിളിച്ചു. അപ്പം ആ പയ്യൻ്റെ സ്വരം എനിക്ക് നന്നായിട്ട് പിടികിട്ടി. കാരണം ആ പയ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള പയ്യനാണ് അച്ഛൻ്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു അതെ ചേച്ചി വിഷമിക്കരുത്, ഒരു വലിയൊരു കാര്യമുണ്ട്, വിഷമിക്കൊന്നും വേണ്ട, സാറിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ 4ാം രഹസ്യത്തിൽ അമ്മ എന്നോട് പറഞ്ഞെന്ന കാര്യം അത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ പേടിക്കണ്ട, സമരിറ്റൻ ആശുപത്രി പഴങ്ങനാട് വെച്ചായിരുന്നു. അപ്പോൾ സമരിറ്റൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ റവറൻ ഫാദർ ഐസക് കോച്ചേരി അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ ഉടനെ വിളിച്ചു, ക്രിസ്റ്റി അവനിങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നീ പേടിക്കൊന്നും വേണ്ട, പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്, പേടിക്കൊന്നും വേണ്ട, ദൈവം തമ്പുരാൻ കൂടെ ഉണ്ട്, ഞാനും നമ്മുടെ പള്ളിയിലെ കമ്മിറ്റിയുടെ ആളും കൂടെ ഞാനിപ്പം വീട്ടിലേക്ക് വരാം, നീ റെഡിയായിരുന്നു നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് അന്ന് പള്ളിയത്തിൽ കൊച്ചുറേസ്യ പുണ്യാളത്തിൽ ഒരു കുഞ്ഞ് കുരിശടിയുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമാക്കി. ഇന്നലെ അവിടെ പോയി. അപ്പോൾ ആ കുരിശടി അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ പുണ്യാളത്തി ഒരു കുഴപ്പം വരരുത്, ഞാൻ സങ്കടപ്പെട്ട അവിടെ നിന്ന് പോകണം, പക്ഷേ പുണ്യാളത്തി എന്നെ സന്തോഷത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഞാൻ തിരിച്ചു വന്ന് ഐസകച്ചനും ചാക്കോയും കൂടെ വന്ന് എന്നെ അവിടെ നിന്ന് അപ്പം പഴങ്ങനാട് സമരറ്റിനിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞിട്ട് നേരെ കോലഞ്ചേരിക്ക് കൊണ്ടുപോയിക്കുമായിരുന്നു. അപ്പം ഇവർ നേരെ എന്നെ കോലഞ്ചേരിയിലേക്കുണ്ട്. അന്ന് ആ കൂടെ എൻ്റെ കൂടെ വന്നത് ഞങ്ങളുടെ നെയ്ബറിൻ്റെ ഒരു മോളുണ്ട്. ആ മോൾക്കാണ് ലിംഫാറ്റിക് ലുക്കീമിയ വന്ന് ചേച്ചൻ ഒന്ന് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞൊരു തീരുമാനം എടുത്തായിരുന്നു. ആ മോളും കൂടെ ഞങ്ങളുടെ കൂടെ കാരണം വന്നു. അപ്പം ഞാൻ 91 സങ്കീർത്തനമൊക്കെ ചൊല്ലി ഇങ്ങനെ വണ്ടിക്ക് പോവുക. അപ്പം എൻ്റെ മനസ്സിലൊരു കാര്യം, എൻ്റെ മനസ്സിലിങ്ങനെ ഇത് വന്നു, എൻ്റെ ഈശോയെ വേളാങ്കണ്ണി പോയിട്ട് വന്നു എണ്ണ ഉണ്ടല്ലോ, അപ്പം ദൈവമേ ഞാൻ കോലഞ്ചേരി ആശുപത്രി ചെല്ലുമ്പോൾ അച്ചാച്ചനെ ഞാൻ കണ്ടാൽ ഈ മാതാവിൻ്റെ എണ്ണ തൊട്ട് ഞാൻ നെറ്റിയെ കുരിശ് വരച്ചാൽ അച്ചാച്ചന് ഒരു ആപത്തും വരികയില്ല, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ഇപ്പം എന്നെ ഒരു കൊണ്ടുപോയി ഞങ്ങൾ 4 പേരുടെ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ക്രോസ് ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് വീൽ ചെയറിൽ ഇങ്ങോട്ട് വരിക. അപ്പം ഞാൻ ഓടിച്ചെന്ന് ആ മാതാവിൻ്റെ എണ്ണ ഇട്ട് നെറ്റിയെ കുരിശ് വരച്ച് ഒരു തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക. തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഞാൻ ആ തിയേറ്ററിൻ്റെ വാതിക്കലിരുന്നപ്പം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമാണ് ഇങ്ങനെ അവിടെ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ ഡോക്ടറെ കോലഞ്ചേരി വരെ വരാൻ എനിക്ക് തന്നെത്താനൊന്നും പറ്റിയല്ല, അപ്പം മെഡിക്കൽ ട്രസ്റ്റ് ആയിരുന്നെങ്കിൽ, കാരണം മെഡിക്കൽ ട്രസ്റ്റ് ഞാൻ ആവശ്യപ്പെടാനുള്ള കാരണം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ചാപ്പലെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഒരു ദിവസം ആ ചാപ്പലിൽ പോയി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് വേണ്ടിയും അവിടെ എല്ലാ ഡോക്ടർമാർക്കും വേണ്ടി, നഴ്സുമാർക്കും വർക്കേഴ്സിനും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു നിശ്ചയം. അപ്പം ഞാനവിടെ പോയി ആ ചാപ്പലിനെ ഓർത്ത് ഞാൻ ആ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഡോക്ടർ ഏതായാലും തീരുമാനിച്ചു. 2 ഡോക്ടർമാർ, 2 നേഴ്സുമാർ, പോൾസൺ എന്ന് പറഞ്ഞൊരു മകനുണ്ടായിരുന്നു, ആ മകനും ഉണ്ടായിരുന്നു. അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുവരിക. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കൊണ്ടുവന്നപ്പം നേരെ ICUയിലേക്ക് മാറ്റി. വീണ്ടും ഞാൻ ICUയുടെ വാതിക്കൽ അങ്ങനെ ഇരിക്കുക. അപ്പം എല്ലാം തീർന്നു. അപ്പം ഡോക്ടർ എസ് ആൻ്റണി ആയിരുന്നു അന്ന് കാർഡിയോ തോറാക്സിസ് സർജൻ. അപ്പം ഡോക്ടർ എസ് ആൻ്റണി പറഞ്ഞു എല്ലാം സീരിയസ് ആണ്, ബുദ്ധിമുട്ടാണ് കിട്ടാനെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ഈശോയോട് ചോദിച്ചു, എൻ്റെ ഈശോയെ ബൈബിളിൽ ഈശോ വചനത്തിലൂടെ എന്നോടൊന്ന് പറയണേ, എനിക്ക് വേറെ ആരും പറയണ്ട, ഈശോ എന്നോട് വചനത്തിലൂടെ ഒന്ന് മറുപടി തരണേ എന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അന്ന് കിട്ടിയത് ഹെബ്രായർ 13:5, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ പറഞ്ഞു കൂടുതൽ വചനത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല, എനിക്ക് ഈ വചനം പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈശോയെ ഈ വചനം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ബൈബിൾ അടച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെ എൻ്റെ ഈശോ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടില്ല, ഈശോ ചെയ്യുമില്ല എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛന് ഈശോ ജീവൻ തിരിച്ചു തന്നു. അങ്ങനെ ആ ഒരു ആക്സിഡൻറ്റിലൂടെ ഈശോ എന്നെ ശക്തിപ്പെടുത്തുകയും ദൈവവചനത്തിൻ്റെ ഒരു പാതയിലേക്ക് ഈശോ എന്നെ നയിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് എന്നെ കൊണ്ട് വചനം പറയിപ്പിച്ചത് ബഹുമാനപ്പെട്ട ആൻ്റണി കാനപ്പള്ളി അച്ഛൻ
15 പേര് നിത്യാരാധനയിലിരുന്ന് പ്രാർത്ഥിച്ച നിത്യാരാധനയിൽ നിർത്തി എന്നെക്കൊണ്ട് 20 മിനിറ്റ് അച്ഛൻ വചനം പറയിപ്പിച്ച് അങ്ങനെ ഒരു ചെറിയ പ്രാക്ടീസ് അച്ഛൻ തന്നു. അതെല്ലാം ഈശോയുടെ പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെ ആ വചനം പങ്കുവെച്ച് പിന്നീട് ഈശോ എനിക്ക് എൻ്റെ കൊതി മാറെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ പള്ളികളുടെയും ആൾക്കാരെയും നിർത്തി ഈശോ എന്നെ കൊണ്ട് വചനം പറയിപ്പിച്ചു. കൊതി മാറി ഈശോ വചനം പറയിപ്പിച്ച ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? പിന്നെന്താ, അതെൻ്റെ മൂത്ത മോളാണ് ഡയന ക്രിസ്റ്റി എഡിസൺ. അവൾ എഞ്ചിനീയറാണ്, തിരുവനന്തപുരത്ത് പഠിച്ചു. ഇപ്പോൾ നെതർലൻഡ്സിൽ സെയിൽസ് ഫോഴ്സ് എന്ന കമ്പനിക്ക് വേണ്ടി, അമേരിക്കൻ കമ്പനിയാണ് വേണ്ടി വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മകളാണ് ഡോക്ടറാണ്, ഡോക്ടർ ഡിൽന ക്രിസ്റ്റി എഡിസൺ. PG ഇമ്മ്യൂണോ ഹെമറ്റോളജിയിൽ കഴിഞ്ഞു, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ കഴിഞ്ഞു. ഇപ്പം ഭാരതീയ വിദ്യാപീഠ മെഡിക്കൽ കോളേജ് പൂനെയിൽ വർക്ക് ചെയ്യുകയാണ്. അത് ഷോൺ തോമസ് എൻ്റെ മൂത്ത മകളുടെ ഹസ്ബൻഡാണ്. അവൻ ബേസിക്കലി എഞ്ചിനീയറാണ്. KLM എയർവേസിന് വേണ്ടി, ഡച്ച് എയർവേസിന് വേണ്ടി അവിടെ നെതർലൻഡ്സ് ജോലിയാണ്. മകളാണ് അബിഗേൽ മറിയം തോമസ്. അപ്പുറത്തിരിക്കുന്നത് ഡോക്ടർ ടോണി ഇമ്മാനുവൽ ജോസഫ്. അവന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിൽ ഇപ്പോൾ അനസ്തേഷ്യ ചെയ്യാണ്. ഈ മാതാപിതാക്കൾ ഒന്നിച്ച് ശുശ്രൂഷയ്ക്ക് പോകുന്നതിൽ മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് അവരൊരുമിച്ച് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. കാര്യം ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഞങ്ങൾക്ക് അതൊരു മാതൃകയും കൂടെ ആണല്ലോ. അപ്പോൾ അവർ ആസ് സച്ച് ഞങ്ങൾക്ക് ശരിക്കും കൊച്ചിലെ തുടങ്ങിയ ഒരു റോൾ മോഡൽ പേരൻസ് ആണ്. ഞങ്ങൾക്ക് കുഞ്ഞിലേ തുടങ്ങി ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് ധ്യാനത്തിന് പോവുമായിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ക്രിസ്റ്റീൻ, പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോൾ യൂത്ത് ധ്യാനത്തിന് ഞങ്ങൾ പോകും. അച്ഛനും അമ്മയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദമ്പതി ധ്യാനത്തിന് പോകും. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒരുമിച്ച് തപസ്സൊക്കെ കൂടിയിട്ടുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനം. അങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ധ്യാനങ്ങളും ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അതെല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു മോറൽ ആൻഡ് സ്പിരിച്വൽ അപ്ബ്രിങ്ങിങ്ങിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവർ ശുശ്രൂഷയ്ക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുമില്ല. അച്ഛനും അമ്മയും ഞങ്ങൾക്ക് മാതാപിതാക്കളിലുപരി നല്ല ആത്മീയ ഗുരുക്കളാണ്. ഡയന പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര പ്രചോദനമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും അതുപോലെ ശുശ്രൂഷയിലെല്ലാം ഏറ്റവും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെല്ലാം നല്ലൊരു മാതൃകയാണ്. അത് ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നു. ഞങ്ങൾ വെളിയിലാണെങ്കിലും പരിമിതികളുണ്ട്, പക്ഷേ അവിടുത്തെ അവസരങ്ങളെല്ലാം മാക്സിമം വിനിയോഗിച്ചുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും മാതൃക ഞങ്ങൾ തുടരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, ഇങ്ങനെ ഞങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടും ആഴത്തിലും എല്ലാം പറഞ്ഞുതരാൻ അച്ഛനും അമ്മയും എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതൊത്തിരി പ്രചോദനയും ഒത്തിരി മാതൃകയാണ്. പ്രിയമുള്ളവരെ, സഹോദരൻ എഡിസനോടൊപ്പം ഈ ആനന്ദ സദനിൽ ഇരിക്കുമ്പോഴേ ഞാൻ ഓർക്കുകയായിരുന്നു, ഉള്ളു നിറയെ ആനന്ദം നിറയുകയായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, കൊച്ചുകുട്ടി മുതൽ മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് ഒരേ ആധ്യാത്മികതയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. ആ മാതാപിതാക്കളുടെ ആധ്യാത്മികത മക്കളിലേക്ക് എങ്ങനെ കൈമാറിയെന്നും അവർ ചെന്ന വിദേശങ്ങളിൽ പോലും ആ ചൈതന്യം എങ്ങനെ പരത്തിയെന്ന് നമ്മൾ കേട്ടു. ആ ചൈതന്യത്താൽ ഇടവകകൾ തന്നെ ജ്വലിപ്പിക്കപ്പെട്ടു അവരായിരിക്കുന്നിടത്ത്. ഇവരിലൂടെ ലഭിച്ച ഈ ഉൾക്കാഴ്ച വ്യക്തിപരമായി ദമ്പതികൾ ഒന്നിച്ച് ആത്മീയതയിൽ വളർന്നാൽ അത് തലമുറകളിലേക്ക് കൈമാറുമെന്നുള്ള വലിയൊരു സന്ദേശം ഇതിലൂടെ നമുക്ക് ലഭിച്ചു. അതിന് കർത്താവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതുവരെ ഇവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കും നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ മറ്റു വ്യക്തികളുമായി നമുക്ക് ഒരുമിച്ച് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ കണ്ടുമുട്ടാം.